ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ഷേക്ക് ദ ഹോം ഷെഫ്. ഇത് നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ്. ചിക്കൻ ഇപ്പം പലതരം കറികളുണ്ടല്ലോ, ചിക്കൻ പേരുള്ള പലതരം കറികൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ്. ഇതാണ് ചിക്കൻ മഹാറാണി. അതായത് കാണുമ്പോൾ പോലെ പേര് പോലെ തന്നെ രുചിയാണ്. ശരിക്കും പറഞ്ഞാൽ ആ പേരിൻ്റെ ആ ഒരു അർത്ഥം നിലനിൽക്കുന്ന രീതിയിലുള്ള രുചിയാണ്. ശരിക്കും പറഞ്ഞാൽ മഹാറാണി തന്നെയാണ്. അത്രയ്ക്കും ആ പേരിൻ്റെ അതേ ഭംഗി തന്നെയാണ് കാണാനും. കറി വെച്ചെടുത്തപ്പോഴുള്ള ഭംഗിയായാലും അതിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയാണ്. നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ ഒന്ന് ചിക്കൻ കറി വെക്കണമെന്ന് തോന്നുന്നവർക്ക് ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, എല്ലാവർക്കും ഇഷ്ടമാവും. അതിനുവേണ്ടി ഞാനൊരു ഏകദേശം 1 കിലോ അടുപ്പിച്ച് ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തത് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചതിന് ശേഷം അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും പിന്നെ ഒരു ആവശ്യത്തിന് കുരുമുളക് പൊടി, ഏകദേശം 1 സ്പൂണോളം കുരുമുളക് പൊടിയും നാരങ്ങ നീരും കൂടെ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഈ മാരിനേഷനാണ് ഇതിൻ്റെ പ്രധാനം. ഇത്ര മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇത്ര മാത്രം മതി. പിന്നെ ഇതിൽ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള കണ്ടൻ്റ് എല്ലാം, അതായത് എല്ലാ ചേരുവകളും വളരെ കുറച്ചാണ്. ഇത് നമുക്ക് ഒരുപാട് മുളകോ മല്ലിയോ അങ്ങനെയൊന്നും വേണ്ട. അത്രയ്ക്കും വളരെ കുറച്ച് ചേരുവകയിൽ അതിനേക്കാളും രുചിയിൽ എങ്ങനെ കറി വയ്ക്കാം എന്ന് തോന്നിയ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള സാധനം, അതിൽ ചിക്കൻ ഉണ്ടെങ്കിൽ വീട്ടിൻ്റെ അകത്തുള്ള സാധനം ജസ്റ്റ് അത് മാത്രം മതി. നമുക്ക് ഇതൊന്ന് ഈ ഒരു കറി ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നതുമില്ല, ഒരുപാട് സാധനങ്ങൾ വേണ്ട. നല്ല അടിപൊളി ടേസ്റ്റിൽ മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു നമ്മൾ 1/2 മണിക്കൂറോളം ഇരിക്കണം. അരമണിക്കൂറെങ്കിലും വെച്ചേക്കണം. കാരണം നമ്മൾ മറ്റ് സംഭവങ്ങളെല്ലാം റെഡിയാക്കി വരുമ്പോൾ ഏകദേശം ചിക്കൻ നമ്മൾ അടുപ്പിൽ വെക്കാനായിട്ട് ഏകദേശം ഒരു അരമണിക്കൂറാകും. ഇതൊന്ന് ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിന് എന്തൊക്കെയാണ് ചേർക്കുന്നത് നമുക്ക് നോക്കാം. ഒരു 6-7 വറ്റൽ മുളകും, ഒരു 1/2 സ്പൂൺ മല്ലി, അതുപോലെ തന്നെ 1/2 സ്പൂൺ വലിയ ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ അല്പം ഏകദേശം ഒരു 10-15 കാഷ്നട്ടും ബദാമും, അതുപോലെ തന്നെ 8 ബദാമും. ഇതെല്ലാം നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം 1 by 1 ആയിട്ട്. ഒന്ന് മല്ലി, പട്ട ചെറിയൊരു പീസ്, അതുപോലെ തന്നെ 3-4 ഗ്രാമ്പൂ, 3 ഏലക്ക, പിന്നെ പെരുംജീരകം, ചെറിയ ജീരകം വേണമെന്നുള്ളവർ ചേർക്കാം. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചിക്കൻ കറിക്ക് ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ പ്രത്യേകിച്ച് വേറൊരു ഇതാണ്, ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് ചെറിയ ജീരകം ചേർക്കുന്നില്ല, വേണമെന്നുള്ളവർക്ക് ചേർക്കാം. പിന്നെ അതെല്ലാം ജസ്റ്റ് ഒന്ന് നമ്മൾ ചൂടാകുമ്പോൾ തന്നെ അത് മല്ലിയെല്ലാം പൊട്ടി വരും. ആ ടൈമിൽ നമുക്ക് എന്താ പറയുക, കാഷ്നട്ടും ബദാമും വറ്റൽ മുളകും, ഇത്രയേ ഉള്ളൂ സംഭവം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. വളരെ അധികം സമയമൊന്നും എടുക്കുകയൊന്നുമില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഒരുപാട് നമുക്ക് ഗ്രേവിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചാപ്സ് പോലെ ഒന്ന് കുറുകിയ ഒരു കറി. ലൂസ് കറിയാക്കുന്നവർക്ക് അങ്ങനെ ആക്കാം. പക്ഷേ അതിനേക്കാളും ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ഇതെന്ന് പറയുന്നത് കുറച്ച് മാത്രം കറിയിലാണ്. അത് ചപ്പാത്തിക്ക്, പൊറോട്ടയോ അപ്പോ എന്തിനൊപ്പവും നമുക്ക് നല്ല അടിപൊളി നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇനി ഞാനൊരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം, വെളിച്ചെണ്ണ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 2 സവാള ചെറുതായി കട്ട് ചെയ്തതും ഒരു 3-4 പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി വരണം. അല്പം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി വരണം. ഗോൾഡൻ കളറൊന്നും ആവണ്ട, ഏകദേശം അതിനടുത്ത് എത്തണം. ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയി സവാള നല്ല വെന്ത് നല്ലതായിട്ട് വരണം. ഒരു ഗോൾഡൻ കളർ ആയാലും കുഴപ്പമില്ല, എന്നാലും അതിനടുത്ത് എത്തുന്നത് അത് മതിയാവും. ഇതുപോലെ ഈ രീതിയിൽ കറി വെച്ചിട്ടില്ലാത്തവർ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം അത്രയ്ക്കും ടേസ്റ്റായിട്ടുള്ള, നമുക്ക് എന്നും ഒരേ രീതിയിൽ ചിക്കൻ കറി വെച്ച് മടുത്തവർക്ക് ഒരു ചേഞ്ചിന് ഈ ഒരു കറിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അനുയോജ്യമായത്. ഈ ഒരു കറിയാണ്. പല രീതിയിൽ നമുക്ക് ചിക്കൻ കുറുമയായാലും, ചില്ലി ചിക്കനോ അല്ലെങ്കിൽ ജിഞ്ചർ ചിക്കനോ ഗാർലിക് ചിക്കനോ അതൊക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് വയ്ക്കുന്നതല്ലേ. പക്ഷേ ഇതൊരു വെറൈറ്റി. ഇത് ഇങ്ങനെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. എൻ്റെ മോളാ പറഞ്ഞത് ഇങ്ങനെ ഒരു കറി വയ്ക്കാമെന്നപ്പോൾ അടിപൊളി. അതെല്ലാവരും കൂടി ഈ ഒരു കറിയുടെ ഒരു ടേസ്റ്റ് ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്ത് കഴിച്ചാൽ
ആ ഒരു ടേസ്റ്റ് എല്ലാവരും എത്തട്ടെ എന്ന് കരുതി വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കിനെ കാണുന്നവർ ജസ്റ്റ് ഒന്ന് ആ ലൈക്ക് ബട്ടൺ വെറുതെ ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി. ഒരുപാട് ഹാർഡ് വർക്കൊന്നും വേണ്ട, ജസ്റ്റ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ വഴറ്റി വന്നപ്പോഴത്തേക്ക് അതിൽ ഒരു 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇടാത്തവരുണ്ട്, എനിക്ക് ആ മഞ്ഞൾപ്പൊടിയുടെ ഇത് ആവശ്യമായതുകൊണ്ട് ഞാൻ ചേർത്തതാണ്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർക്കാം. ഒരുപാട് സമയത്ത് ആ ഒരു വർക്ക് ജോലിയൊന്നുമില്ല ഇതിൽ. ചിക്കൻ വെന്ത് കിട്ടുന്ന ടൈമേ ഉള്ളൂ സമയമെന്ന് പറയാനായിട്ട്. ബാക്കിയൊക്കെ വളരെ എളുപ്പമാണ്. അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചത്. അതിൽ നാരങ്ങ നീരും എല്ലാം കൂടെ ഉള്ളത് ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ വെള്ളം അതിലേക്ക് ഒഴിച്ചത്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ചേർത്തിട്ടുള്ളതെല്ലാം കൂടെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ച് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഇതിൻ്റെ ഈ മസാല എല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ഒരു 2 സ്പൂൺ നല്ല പുളിയില്ലാത്ത കട്ടി തൈരാണ്. ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാനും എല്ലാത്തിനും ഈ തൈര് നല്ലതാണ്. ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും. ഞാൻ ഇടയ്ക്ക് ആരൊക്കെയും പറയുന്നത് കേട്ടു ചിക്കനിൽ തൈരും ചിക്കനും കഴിച്ചുകൂടാ എന്ന്. പിന്നെ ഞാൻ അതിനുശേഷം ഞാൻ കുറേ വീഡിയോയിലായാലും നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊന്നും ഞാൻ തൈര് ചേർക്കാറില്ലായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത് 1-2 ഡോക്ടേഴ്സ് പറയുന്നത് ഞാൻ യൂട്യൂബിൽ കേട്ടായിരുന്നു. ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് തൈര് ചേർക്കുന്ന ചിക്കൻ സോഫ്റ്റ് ആവാനും നല്ല ടേസ്റ്റ് നല്ലതാണ്, വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് കേട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ തൈര് ചേർത്തത്. തൈര് ചേർക്കാറില്ലായിരുന്നു. ആദ്യമൊക്കെ തൈര് ചേർത്ത് നമ്മൾ ചിക്കൻ, അതായത് നമ്മൾ വലിയ ഹോട്ടലിലൊക്കെ ചിക്കൻ മുക്കി വെക്കുന്നത് തന്നെ മോര് ആക്കിയതിന് ശേഷം ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി അതിനെ ഒന്ന് കുതിർത്ത് വരാൻ വേണ്ടി വെക്കുന്നത്, മോരാക്കിയതിന് ശേഷം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ തൈര് ചേർത്തത്. ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ടിപ്പം ഒരുമാതിരി കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ ആ വറുത്ത് വെച്ചിരുന്നത് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ കുരുമുളകിൻ്റെ ആ ഒരു എരിവും പച്ചമുളകും പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ആ ഒരു വറ്റൽമുളകിൻ്റെ പൊടിയും അത് മാത്രമേ ഉള്ളൂ എരിവിനായിട്ട്. പക്ഷേ കണ്ടാലും നമ്മൾക്ക് എരിവൊന്നും ഇല്ലാത്ത കറിയല്ലേ എന്ന് തോന്നും. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്, നല്ല ഗോൾഡൻ കളറിൽ കാണാനും ഭംഗിയാണ്. നല്ല ഇത് കുക്ക് ചെയ്ത് കഴിച്ച് നോക്കിയാലേ അറിയൂ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. നമ്മൾ കാണുന്ന പോലെയല്ല, ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തവരാരാണ്? ഇൻഷാ അല്ലാഹ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇപ്പോൾ ഏകദേശം 90% റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഏകദേശം ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ മഹാറാണി എന്നാണ് ഈ കറിയുടെ പേര്. ഇത് ഇപ്പം ഏകദേശം ഇപ്പോൾ നമുക്കിത് അടുപ്പൊക്കെ ഓഫ് ചെയ്യാറായിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് അടുപ്പ് ഓഫ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല മണവും നല്ല രുചിയുള്ള നല്ല അടിപൊളി ഒരു കറിയാണ്. രുചിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, അത്രയ്ക്കാണ്. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ജസ്റ്റ് ഒന്ന് അധിക ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും, കൊച്ചുമക്കൾക്ക് മുതൽ എല്ലാവർക്കും, മുതിർന്ന എല്ലാവർക്കും ഇഷ്ടമാവും. വലിയ എരിവില്ല, എന്നാൽ ആവശ്യത്തിന് എരിവും. ഭയങ്കര രുചിയാണെങ്കിൽ അടിപൊളിയാണ്, നല്ല രുചിയാണ്. നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ മാറ്റിവയ്ക്കാം. അടിപൊളി കറിയാണ്, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക് യു വെരി മച്ച്.